വെൽക്കം ടു ഉഷാസ് കുട്ടി ലോകം. അപ്പം നമുക്കൊരു ചായ കുടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്താലോ അല്ലേ? ബോംബെ കട്ടിങ് ചായ, ഒരു ടീ ബോക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു കമ്പനിയുടെ അവരൊരു 10 ചായകൾ, വാരണാസി, വയനാട്, അങ്ങനെ. അപ്പം ഇത് ബോംബെ കട്ടിങ് ചായ എന്ന് പറഞ്ഞിട്ടൊരു ഇതാണ്. നല്ലൊരു ചായ മിക്സാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സോ നമ്മളൊരു യാത്ര പോവാണ്. എവിടെയാന്ന് ഇത് മനസ്സിലായാൽ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ആക്ച്വലി എവിടെയാണെന്നത്. ഇത് കുതിരാൻ ആണല്ലോ. നിങ്ങൾ എല്ലാവരും ട്രാവൽ ചെയ്തിട്ടുണ്ടാവും. ട്രാവൽ ചെയ്യാത്തവർക്കും വേണ്ടിയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. കുതിരാൻ എന്ന് പറഞ്ഞിട്ട് ഒരു ടണലാണ്. ഇറ്റ് ഈസ് ലൈക്ക് കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ്. ഇതിങ്ങനെ ഒരു ടണൽ പോലെ. ബട്ട് ഇറ്റ് വാസ് സോ, നമ്മൾ നേരത്തെ പോയത്, അതുകൊണ്ടാണ് ഇങ്ങനെ ലൈക്ക് 4 o'clock ആ സമയത്താണ് പോയത്. സോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു കഞ്ചിക്കോട് ടെമ്പിൾ, പാലക്കാട് കഞ്ചിക്കോട് ടെമ്പിളിലാണ് പോയത്. അവിടെ ഒരു സൂര്യനെ ബേസ് ചെയ്ത്, ഭഗവതിയെ ബേസ് ചെയ്ത്, വിഷ്ണുവിനെ ബേസ് ചെയ്തൊക്കെ ഒരു പൂജയൊക്കെ നടക്കുന്നുണ്ട്. ആൻഡ് അറ്റ് ദ സെയിം ടൈം എനിക്കൊരു സർട്ടിഫിക്കറ്റും കിട്ടുന്നുണ്ട്. ഇത് വിശ്വാസം എന്നുള്ളൊരു ടീം, അവർ സത്സംഗം വെക്കാറുണ്ട്, വിഷ്ണു സഹസ്രനാമം. അപ്പോൾ അവിടെ ആ ടെമ്പിളിലാണ് അവർ വെച്ചത്. അപ്പോൾ എനിക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടി. പിന്നെ നമ്മുടെ ധർമ്മ സന്ദേശ യാത്രയുടെ നമ്മൾ തൃശ്ശൂർ വന്നപ്പോൾ നമ്മൾ അറ്റൻഡ് ചെയ്തതാണ്. അപ്പോൾ അനവധി സന്യാസിമാർ പങ്കെടുക്കുന്ന ഒരു സെഷനായിരുന്നു ഇത് കൗസ്തവം ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് സോ ലവ്ലി ടു സീ ഓൾ ദ സന്യാസിമാരെ ഒന്നിച്ച് കാണുമ്പോൾ അതൊരു ഭയങ്കര എനർജിയാണല്ലോ ശരിക്കും പറയാൻ വെച്ചാൽ. അപ്പോൾ അവരുടെ ഒരു എന്താ പറയുക, ഇത് ദീപം കത്തിച്ചിട്ടായിരുന്നു. അങ്ങനെ വിളക്ക് കത്തിച്ചിട്ട് എല്ലാ സന്യാസിമാർ ഓരോ ദീപം കത്തിച്ച് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. അപ്പോൾ അതിന് ഫുഡൊക്കെ ഉണ്ടായിരുന്നു, ഉച്ചയ്ക്ക് ഫുഡ്. പിന്നെ ഇത് രാവിലത്തെ പരിപാടിയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ഞാൻ കുറച്ച് പ്രൊഡക്ട്സ് ഞാൻ കൊണ്ടുവന്നായിരുന്നു. ഞാനത് അവിടെ വെച്ചു. ഓക്കെ, എന്താ നമ്മൾ പറയുമല്ലോ നമുക്ക് സ്പേസ് എങ്ങനെയാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പം എനിക്ക് തോന്നി നമ്മളൊന്ന് വെച്ച് നോക്കാം, ഇഫ് ദേ ലെറ്റ് മീ ചെയ്യാലോ എന്ന് വിചാരിച്ചാൽ. അപ്പം അങ്ങനെ കുറച്ച് ബുക്ക് ഞാൻ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നായിരുന്നു, പ്രൊഡക്ട്സ്. അപ്പം അങ്ങനെ വന്നപ്പോൾ ഒരു അച്ഛൻ അവർ വന്നിട്ട് പറഞ്ഞു ഇതെന്താന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഭയങ്കര ഇഷ്ടമായി. ഓഫ്കോഴ്സ് ഈ അവർ മേടിച്ച ബുക്ക് നോട്ട് പാഡാണ്. ഇത് കുംബി ബെയർ എന്ന് പറഞ്ഞ നോട്ട് പാഡാണ്. പിന്നെ ഞാൻ ഇങ്ങനെ സിമ്പിളായിട്ടൊരു ലെറ്റർ ഹെഡ് ചെയ്യാം എന്ന് ഞാൻ പഠിപ്പിക്കാം എന്ന് വിചാരിച്ചു ഈ ഒരു വീഡിയോയിൽ കൂടെ. അപ്പോൾ ആദ്യം നമ്മൾ ബോർഡർ കണ്ടെത്താം, പിന്നെ നമ്മുടെ ലോഗോ ഉണ്ടാവുക, അതിൻ്റെ ബിസിനസ് പേര് എന്താണെന്നുള്ളത് നമ്മുടെ ബിസിനസ് പേര് അല്ലെങ്കിൽ ഒരു അങ്ങനെ. അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു അഡ്രസ്സും കോൺടാക്ട് ഡീറ്റെയിൽസും നമ്മൾ ഈ സൈഡിൽ കൊടുക്കാം. വേറൊന്നുമല്ല, ഇത് ജസ്റ്റ് ഒരു ലെറ്റർ ഹെഡാണ്. സിമ്പിളായിട്ടുള്ള ഒരു ലെറ്റർ ഹെഡ് എങ്ങനെ ചെയ്യണം എന്നുള്ളത്. ആൻഡ് യു ക്യാൻ ചേഞ്ച് ദ കളേഴ്സ് ഓൾസോ അക്കോർഡിംഗ് ടു യുവർ. ഇത് ഞാൻ ക്യാൻവയിലാണ് കേട്ടോ, ഞാൻ ചെയ്തത് ക്യാൻവയിലാണ്. പക്ഷേ ഇത് ഞാൻ ക്രിയേറ്ററിലാണ് ഇത് ചെയ്തത്. ആൻഡ് ഓഫ് കോഴ്സ് ഞാൻ ചെയ്തു. അപ്പം ഇങ്ങനെയാണ് ഫൈനൽ ഔട്ട്കം വരുമ്പോൾ മോക്കപ്പ് ഡിസൈനാണെന്ന് പറയും. ഇത് എങ്ങനെയാണ് പേപ്പറിൽ വരിക എന്നുള്ളത്, നമ്മൾ ഡിജിറ്റലി ഒക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇത് വരിക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ ജോയിനിങ് മീ ഇൻ ടു ദിസ് കുട്ടി വീഡിയോ.